എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതീവ രുചികരമായിട്ടുള്ള ഒരു സിമ്പിൾ പായസം, പാൽപ്പായസം. പാലട പ്രഥമനും സേമിയയും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു രുചി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. അതാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത്. അതും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന പാസ്ത പാൽപ്പായസം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഉടനെ തന്നെ പോകാം. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം, അതായത് ഈ ഒരളവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ കുക്കിംഗ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 50 ഗ്രാം അളവിൽ പാസ്ത എടുത്തിട്ടുണ്ട്. അതായത് മക്രോണി എന്ന് പറയുന്ന ആ ഒരു പാസ്ത, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ അടിയിലൊന്ന് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചേക്കാം. അപ്പോൾ ഉടനെ തന്നെ ഒന്നൊരു തവി എടുത്തിട്ട് ഒന്ന് അടിഭാഗം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അതിലൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഏകദേശം ഒരു 3 മിനിറ്റിൻ്റെ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇത് ഓവറായിട്ടൊന്നും കുക്കായി പോകരുത് കേട്ടോ. ഓവറായിട്ട് കുക്കായി പോയി ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞങ്ങ് പോവും. അതുപോലെ തന്നെ ഇതിങ്ങനെ അമർത്തുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ വിട്ട് അതേ പഴയ ഒരു പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. അതായത് ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കും. ഇങ്ങനെ നമ്മൾ അമർത്തുമ്പോൾ അമർന്നിട്ട് പിന്നെ അതിങ്ങനെ വിട്ട് അതേപോലെ തന്നെ വരും. ആ ഒരു അളവാണ്. ഒരു 3 മിനിറ്റ് ആകുമ്പോൾ ആ ഒരു പരുവത്തിലെത്തും. അപ്പോഴേക്കും നമ്മൾ ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റണം ഉടനെ തന്നെ. നേരത്തെ എനിക്ക് നല്ല ചൂടുണ്ടായതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഇതേപോലെ ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് അളവ്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ കാഷ്നട്ട് കിസ്മിസൊക്കെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. സേമിയ പായസത്തേക്കാൾ സിമ്പിളാണ് കേട്ടോ ഈ ഒരു പായസത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ആ നെയ്യുള്ള പാത്രത്തിൽ തന്നെ 1/2 ലിറ്റർ അളവിൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾ മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൂടി ചേർത്ത ശേഷം ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കണം. ഒരു 4 മിനിറ്റ് വരെയൊക്കെ തിളപ്പിക്കുക. അപ്പം ഞാനിപ്പോൾ ഇത് നോക്കിയപ്പോൾ എനിക്കൊരു മധുരം കുറവുള്ള തോന്നി. അപ്പം ഞാൻ 1/4 കപ്പ് അളവിൻ്റെ ഒരു പകുതി കൂടി കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കണ്ടൻസ് മിൽക്ക് നന്നായിട്ട് മധുരമുണ്ട്. അത് ചേർക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ പാസ്ത നമ്മളിങ്ങനെ ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർക്കാൻ ടൈമായിട്ടുണ്ട്. 4-5 മിനിറ്റ് ഇങ്ങനെ തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർത്തില്ലെങ്കിൽ പഞ്ചസാര നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു നുള്ള് ഉപ്പ്, ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ചൊരു നുള്ളിയിട്ടൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പായസത്തിൽ പ്രധാനമായിട്ട് വേണ്ടത് ഏലക്കാപ്പൊടിയാണല്ലോ. അപ്പോൾ ഒരു 3 ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഫ്രഷായിട്ട് തന്നെ. അപ്പം നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടും പായസത്തിൻ്റേതായിട്ട്. അപ്പം അത് ചേർത്ത് ഈ പാസ്ത ചേർത്തതിന് ശേഷം 3-4 മിനിറ്റ് കൂടി തിളപ്പിക്കണം. അതിന് മുൻപും പാല് കണ്ടൻസ് മിൽക്കുമായിട്ട് 3-4 മിനിറ്റ് തിളപ്പിക്കാനുണ്ട്. ഇതൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് കിസ്മിസ് ആ നെയ്യും എല്ലാം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇറ്റാലിയൻ പാസ്ത നമ്മൾ പാൽപ്പായസമാക്കി മാറ്റിയതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് കുടിക്കാൻ തോന്നും. അത്രയ്ക്കും നല്ലൊരു ഭംഗി തന്നെയുണ്ട് പായസത്തിന്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്മെല്ലും പിന്നെ രുചി. ഞാനൊന്ന് പാസ്ത ഇടുന്നതിന് മുൻപ് ഒന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു കണ്ടൻസ് മിൽക്കൊക്കെ ഇട്ടപ്പോൾ. ഇനി പറയാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു രുചിയുണ്ട്, അസലായിട്ടുണ്ട്. അതായത് നമ്മൾ പാൽപ്പായസം, സേമിയ പായസം, പാലട പ്രഥമൻ ഇതെല്ലാം ചേർന്നൊരു രുചി. ഇനി ഇതൊന്ന് ഒരു 10-20 മിനിറ്റ് ഒന്ന് അടച്ച് മൂടി മാറ്റി വയ്ക്കണം കേട്ടോ. ഇപ്പോൾ ഇത് തുറക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റായിരിക്കും. അതായത് നമ്മൾ പാസ്ത ചേർത്തത് ചുമ്മാ വെള്ളത്തിലിട്ട് വേവിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാസ്ത എന്ന് പറയുന്നത് ആ സമയത്തൊന്ന് ചവച്ച് നോക്കിയാൽ അറിയാം, ഒട്ടും തന്നെ ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് രുചിയൊക്കെ കയറണം. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരുമാതിരി തണുത്ത് കഴിയുമ്പോൾ എടുത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്തുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞെടുത്ത് അപ്പം തന്നെ എടുത്തിട്ട് നമുക്കിങ്ങനെ എടുത്ത് കുടിക്കാനായി തോന്നും. കാണുമ്പോൾ തന്നെ അത്രയ്ക്കും ഒരു ടെക്സ്ചറും ടേസ്റ്റും. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തു. ഈ 20 മിനിറ്റ് മാറ്റി വെച്ചിട്ട് എടുത്തപ്പോൾ ഡബിളായി ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഴിക്കാനിങ്ങനെ ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു പായസം. എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത്
100% ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്തോളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? ഈ പായസം തയ്യാറാക്കിയാൽ ആരും ഒരിക്കലും ഇഷ്ടമായില്ല എന്ന് പറയില്ല കേട്ടോ, അത് ഷുവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പായസം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.